ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ ഇന്ന് ഞാൻ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. പാവം 21 പ്രാവശ്യം മതി അല്ലേ തിരുമേനി? എന്നാ നടന്നോളൂ. നടക്കൂ. എനിക്കറിയാം നടക്കാൻ. നടക്ക. ഇനി നിങ്ങൾ വിശ്രമിച്ചോളൂ. വഴിപാട് ആ കുട്ടി നടത്തിക്കോളൂ. ശരി തിരുമേനി, ശരി. വാ. ഈശ്വര, എന്റെ മുട്ട്. ഓ, ഇതൊരു വേദന. ഇങ്ങ വാ മോളെ, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ നീ ഈ വഴിപാട് ചെയ്യണമെന്ന്. വേഗം വാ, ഇരിക്കി, വാ പ്ലീസ്. എന്തിരിക്കാത്ത? അതെ, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നീ ഇത് ചെയ്യണം ചിന്നു. മോളെ വേഗം, ആരെങ്കിലും കാണും. ഇരിക്കും. ഓ, എന്റെ കാല്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമോസ്തുതേ. നടക്ക് നടക്ക, നടക്ക്, ആരെങ്കിലും കാണും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ദേവി കാത്തോളേ. ശരണ്യേ ത്രയംബകേ ഗൗരി പൊക്കോ നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. നടന്നു പെട്ടെന്നാവട്ടെ. 21 വട്ടം ചുറ്റാനുള്ളതാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ശരണ്യേ ത്രയംബകേ ഗൗരി പൊക്കോട്ടെ. നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ശരണ്യേ ത്രയംബകേ ഗൗരി. അമ്മായി, ഒന്ന് വന്നേ. എന്താ മോളെ? വാ അമ്മായി, വാ. എന്തിനാ നമ്മള് രമയെ വിളിച്ചോണ്ട് പോയത്? നിന്റെ മോളല്ലേ, എന്തെങ്കിലും കുനിഷ്ട ഒപ്പിക്കാനായിരിക്കും രമേ.
ദേ അങ്ങോട്ട് നോക്കിയേ. ഇവളെ ഇട്ട് കഷ്ടപ്പെടുത്താനാ വ്രതം, ക്ഷേത്രത്തിലെ ആചാരം, ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ പണി ചെയ്യിപ്പിച്ചത്. എന്നിട്ട് അവളിപ്പോ ആൾമാറായിട്ട് നടത്തുകയാണല്ലേ. അവളെ ഇന്ന് ഞാൻ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ഓർമ്മയുണ്ടോ രമകെ ഈ ശിവദാസനെ? കൊട്ടാരത്തിലെ തമ്പുരാനെയും തമ്പുരാട്ടെയും ഓർമ്മയുണ്ടോ? ഓർമ്മിക്കാൻ, ഓർമ്മ പുതുക്കാൻ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. കോവിലകത്തെ കുശിനിപ്പണിക്കാരൻ ഒരു ഭദ്രൻ, അതായത് നിന്റെ സഹോദരൻ, കോവിലകത്തെ അടിച്ചു തെളിക്കാരി രമ, അതായത് നീ, കോവിലകത്തെ കാര്യസ്ഥൻ ഈ ഞാൻ ശിവൻ, ശിവദാസൻ. കൊട്ടാരത്തിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മണിയറ വൃത്തിയാക്കാൻ കയറിയ നീ തമ്പുരാട്ടി അണിയുന്ന സ്വർണ്ണാഭരണങ്ങളിൽ നിന്റെ കണ്ണും നുടക്കി. അതൊന്നണിയാൻ നിനക്ക് മോഹം. ആ മോഹം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. എന്നെ ഇത് മോഷ്ടിക്കാനായി നിന്റെ ശ്രമം. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോ, നിന്നെ ചാട്ടുവാറിനടിച്ച് ഇരുട്ടറയിലിടാൻ തമ്പുരാൻ കൽപ്പിച്ചപ്പോ, തമ്പുരാട്ടിയുടെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചത് ഓർമ്മയുണ്ടോ രമ എന്ന ഈ രമാദേവിക്ക്? അച്ഛൻ അന്ന് എന്നെ രക്ഷിക്കണം ശിവേട്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് കേൻ അപേക്ഷിച്ചപ്പോ, തമ്പുരാനോടും തമ്പുരാട്ടിയോടും താണ് കേൻ അപേക്ഷിച്ച അന്ന് നിനക്ക് ഞാൻ മാപ്പ് വാങ്ങി തന്നത്. ആ നീ എന്നോടും കുടുംബത്തോടും കാണിച്ച ചതിക്ക് പകരം ചോദിക്കാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഈ പ്രദക്ഷിണം നിർത്തരുത്, എന്തു വന്നാലും നിർത്തരുത് കേട്ടോ. അത് നമ്മുടെ അമ്മയായിരിക്കും ബാധിക്കുക. നീ പ്രദക്ഷിണം തുടങ്ങിക്കോ. ചെല്ല് ചെല്ല്.